ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ടൈപ്പ് സ്ക്രിപ്റ്റിൽ എന്താണ് അറേ, എങ്ങനെയാണ് ഒരു സിംഗിൾ ഡയമെൻഷണൽ അരയും മൾട്ടി ഡയമെൻഷണൽ അരയും ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അരേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം. അരേ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒരു മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്പെസിഫിക് ടൈപ്പിന്റെ മാത്രം നമ്പേഴ്സിനെ മാത്രമല്ല സ്ട്രിങ്ങിന്റെ അറേ അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് മിക്സ് ചെയ്തിട്ടുള്ള അരയും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പിന്റെ അരേ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ടൈപ്പ് സ്ക്രിപ്റ്റിൽ അരേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സിന്റാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് സിന്റാക്സ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ലെറ്റ് കീവേഡും അല്ലെങ്കിൽ കോൺസ്റ്റോ വാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതേപോലെ തന്നെ അരേന്റെ നെയിമും കൊടുക്കുക. പിന്നെ നമ്മൾ വേരിയബിളിൽ കൊടുത്ത പോലെ തന്നെ കോളൻ ഇട്ടിട്ട് അതിന്റെ അനോട്ടേഷൻ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് അരേ ആയതുകൊണ്ട് അരേ ബ്രാക്കറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ജനറിക് ടൈപ്പ് അരയും ക്രിയേറ്റ് ചെയ്യാം. ഇത് പക്ഷെ അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു സിന്റാക്സ് ആട്ടോ. ലെറ്റ് കീവേഡ് അരേ നെയിം കോളൻ, അത് കഴിഞ്ഞിട്ട് അരേന്റെ കീവേഡും അതേപോലെ ആംഗുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും അതിന്റെ ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങൾ ഓൾറെഡി അരേ കൺസ്ട്രക്ടർ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചിട്ടില്ലേ, അതേ സാധനം തന്നെ. അവിടെ നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് യൂസ് ചെയ്തു, ഇവിടെ ആംഗുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ സിന്റാക്സ് ആട്ടോ. അപ്പൊ ഞാൻ എഗൈൻ ഈ സിന്റാക്സ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഞാനൊരു നമ്പർ അരയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലെറ്റ് നമ്പേഴ്സ് എന്നാണ് അരേന്റെ നെയിം കൊടുക്കുന്നത്. കോളൻ നമ്പർ അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു വാല്യൂ സെറ്റ് ചെയ്യുന്നു. 1 2 3 4 വാല്യൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോറി, ഞാൻ അരേന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഒരു കണ്ടില്ലേ, നമ്മുടെ ആ അരേ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന അരേ മെത്തേഡ്സ് ഒക്കെ ഇല്ലേ, അതായത് പുഷ്, പോപ്പ്, ഷിഫ്റ്റ്, അൺഷിഫ്റ്റ്, എല്ലാ അരേ മെത്തേഡ്സും ടൈപ്പ് സ്ക്രിപ്റ്റും സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മൾ ഡൈനാമിക്കലി അരയിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നത് പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പൊ പുഷ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 45 സെറ്റ് ചെയ്യുന്നു. എഗെയിൻ നമ്പേഴ്സ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 50 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കണ്ടല്ലേ, പുഷ് മെത്തേഡ് അരേന്റെ എൻഡിലേക്ക് വാല്യൂ ആഡ് ചെയ്യും. ഇനി സപ്പോസ് ഞാൻ ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പ്രീവിയസ് വീഡിയോ വേരിയബിൾസിൽ വന്ന പോലെ സെയിം എറർ വരും. ദ സ്ട്രിങ് ഈസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് നമ്പർ. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്പർ അറേ ആയതുകൊണ്ട് സ്ട്രിങ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സ്ട്രിങ്ങും അതേപോലെ തന്നെ ഒരു ബൂലിയൻ വാല്യൂം ആഡ് ചെയ്യാൻ ട്രൈ ചെയ്താലും സെയിം എറർ ആയിരിക്കും വരിക. കാരണം നമ്മളൊരു സ്പെസിഫിക് ടൈപ്പ്, അതായത് ഒരു നമ്പർ അരയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെയിം വേയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് അരയും ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ലെറ്റ് str ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് അരേ ക്രിയേറ്റ് ചെയ്യാം. കോളൻ സ്ട്രിങ് അതിന്റെ അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു, ആപ്പിൾ, ഓറഞ്ച്, സോറി ഡബിൾ കോട്ട്സ് മിസ്സായിപ്പോയി, കിവി. എഗെയിൻ നമുക്കൊന്ന് ലോഗ് ചെയ്യാം. str ഫ്രൂട്ട്. ഇവിടെ കണ്ടില്ലേ, ആ സ്ട്രിങ് അരയും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മോഡേൺ ജാവാസ്ക്രിപ്റ്റ് അരേ മെത്തേഡ്സ് ഇല്ലേ, അത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം, മാപ്പ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. എല്ലാ അരേ മെത്തേഡ്സും ടൈപ്പ് സ്ക്രിപ്റ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഫംഗ്ഷനാലിറ്റിയും ടൈപ്പ് സ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി റാപ്പർ പോലെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് വരുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് സെക്കൻഡ് സിന്റാക്സിലെ നമ്മൾ ജനറിക് സിന്റാക്സ് കണ്ടില്ലേ, അത് യൂസ് ചെയ്തിട്ടും കൂടി ഒരു അരേ ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ ഞാൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അരയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് അരേ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, ആംഗുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്പർ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അരേനെ ഇനിഷ്യലൈസ് ചെയ്യാം.
നമ്മളെ ബേസിക്സിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡൈനാമിക് ആയിട്ട് പുഷ് പ്രോപ്പ് മെത്തേഡ്സോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യാവുന്നേ ഉള്ളൂ. എഗെയിൻ നമുക്കൊരു 5നെ പുഷ് ചെയ്ത് നോക്കാം. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിന്റെ അറേ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ബേസിക്സിന്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോറി, നമ്മൾ കൺസോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇവിടെ കണ്ടില്ല, നമ്പേഴ്സ് അറേ വന്നിട്ടുണ്ട്. ഇതാണ് ടൈപ്പ് സ്ക്രിപ്റ്റിൽ സിംഗിൾ ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്ന 2 സിന്റാക്സ്. ഇനി നിങ്ങൾക്ക് മിക്സ്ഡ് ടൈപ്പ്, ഇപ്പൊ നമ്മളൊരു സ്പെസിഫിക് ടൈപ്പിന്റെ അല്ലേ ക്രിയേറ്റ് ചെയ്തത്, മിക്സ്ഡ് ടൈപ്പിന്റെയും ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട്. നമ്മൾ യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും ആ ടൈപ്പ് അന്നോട്ടേഷൻ എത്തിക്കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ എങ്ങനെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. മൾട്ടി ഡയമെൻഷണൽ അറേ നമുക്കറിയാലോ, ഒരു അറേന്റെ അകത്ത് പിന്നെ മൾട്ടിപ്പിൾ അറേസ് ഉണ്ടാവും, ആ ഒരു ഫോർമാറ്റ് അല്ലേ. അപ്പൊ ഇത് മെട്രിസസോ ഗ്രിഡോ അങ്ങനത്തെ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, കോളൻ ഇട്ടിട്ട് അതിന്റെ അന്നോട്ടേഷൻ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്, ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ് നൊട്ടേഷനിൽ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇതിൽ 1 2 3 എന്ന് കൊടുത്തു. ഇതാണ് അറേ ഓഫ് അറേ എന്നല്ലേ മൾട്ടി ഡയമെൻഷണൽ അറേന്റെ സിന്റാക്സ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ 4 5 6 ഈ ഒരു ഫോർമാറ്റിലാണ് മൾട്ടി ഡയമെൻഷണൽ അറേ, സോറി കോമ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. എഗെയിൻ നമുക്കിതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ അറേയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റിലെ മെയിൻ അറേ മെത്തേഡ്സ്. നിങ്ങൾക്ക് അറേ തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ നമ്മുടെ ബേസിക് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് അറേ എന്താണെന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്